നമസ്കാരം. എല്ലാവർക്കും റൈനീസ് കിച്ചൻ്റെ പാചകം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഫ് പേസ്ട്രി ആണ്. അതിന് വേണ്ട സാധനങ്ങൾ: 2 കപ്പ് മൈദ, 1 കപ്പ് ബട്ടർ, 1 ടീസ്പൂൺ ഉപ്പ്, വെള്ളം, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. നമ്മൾ ചെയ്യാൻ പോകുന്നത് മാവിൻ്റെയും ബട്ടറിൻ്റെയും ഒരു ബ്ലോക്ക് ഉണ്ടാക്കും. എന്നിട്ട് മാവിൻ്റെ ഉള്ളിൽ ബട്ടറിൻ്റെ ബ്ലോക്ക് വെച്ച് പരത്തിയെടുത്ത് ഫോൾഡ് ചെയ്യും. അങ്ങനെ ഒരു 6 തവണ ഫോൾഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന വെള്ളം നന്നായിട്ട് തണുത്ത വെള്ളമായിരിക്കണം. ഇതിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം മുഴുവനും ആദ്യം തന്നെ ചേർക്കരുത്. വെള്ളം ഒരിക്കലും കൂടിപ്പോകാൻ പാടില്ല. കുറേശ്ശെയായിട്ട് ചേർക്കാം. കുഴക്കേണ്ട കാര്യമില്ല. ചപ്പാത്തി കുഴക്കുന്ന പോലെ ഒന്നും കുഴക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ പഫ് പേസ്ട്രി അത്രയ്ക്ക് ഒരു ഫ്ലേക്കായി വരില്ല. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒട്ടും കൂടിപ്പോയിട്ടില്ല. ഞാൻ ഏകദേശം ഒരു 10 ടേബിൾ സ്പൂൺ വെള്ളമാണ് എടുത്തത്. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പിലാക്കി ചെറിയൊരു ബ്ലോക്ക് പോലെയാക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. നമുക്കിനി ഇതേപോലെ തന്നെ ബട്ടറിൻ്റെ ബ്ലോക്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ബട്ടർ എടുക്കാം. ഇതൊരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചൊന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇതും ഈ പ്ലാസ്റ്റിക് റാപ്പിലാക്കി മാവ് ബ്ലോക്ക് ആക്കിയ പോലെ ഇതൊരു ബ്ലോക്ക് പോലെ ആക്കാം. ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. നമ്മുടെ ഈ മാവിനും അതുപോലെ ബട്ടറിനും ഒരേപോലത്തെ ടെമ്പറേച്ചർ ആയിരിക്കണം. അതേപോലെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരേപോലെ തന്നെയുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണേ. അല്ലെങ്കിൽ ബട്ടർ കൂടുതൽ തണുത്ത് പോയാൽ ഒത്തിരി ഹാർഡായി പോവും. പരത്താൻ പറ്റിയൊരു പാകത്തിനായിട്ട് കിട്ടണം. ഞാൻ ഏകദേശം ഒരു 30 മിനിറ്റാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് രണ്ടും. ഇപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം മാവ് എടുത്തിട്ടുണ്ട്. ഇനി മാവിൻ്റെ ഉള്ളിലേക്ക് ആ ബട്ടറിൻ്റെ ബ്ലോക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ച് പൊടി ഒന്ന് വെതറി കൊടുക്കുകയാണെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇനി ഇതിലേക്ക് തണുപ്പിച്ച ബട്ടറിൻ്റെ ബ്ലോക്ക് കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അരികൊക്കെ നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ ബട്ടർ പുറത്തേക്ക് പോകും. ഈ ബട്ടർ ഒന്ന് പതുക്കെ മെൽറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഒന്നുകൂടി സെറ്റാകാനായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണ്. ഒരു 20 മിനിറ്റ് തണുപ്പിച്ച ശേഷം പുറത്തേക്ക് എടുത്തു. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ നന്നായിട്ട് പൊടി വെതറി കൊടുക്കാം. ചപ്പാത്തിക്ക് പോലും കുറച്ച് പൊടിയും തൂക്കി കൊടുക്കണം. ഇനി ഇതൊരു അധികം ബലം കൊടുക്കാതെ ഒരു ദീർഘചതുരാകൃതിയിൽ നിന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഒരു 15 ഇഞ്ച് നീളം, 9 ഇഞ്ച് വീതി, ആ സൈസിലാണ് പരത്തിയിരിക്കുന്നത്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്യാം. ഇനി ഇത് വീണ്ടും പരത്തിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ ബട്ടർ ഇപ്പോൾ മെൽറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും തണുക്കാനായിട്ട് നമുക്കൊരു അരമണിക്കൂർ കൂടി ഫ്രിഡ്ജിൽ വയ്ക്കാം. നിങ്ങൾ നല്ല തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ബട്ടർ മെൽറ്റാകുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്കിത് പരത്തി ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് ഒരു അരമണിക്കൂർ കൂടി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വീണ്ടും പഴയ പോലെ തന്നെ പൊടി വിതറി കൊടുത്ത് പരത്തിയെടുക്കുക. അതിൻ്റെ സൈസ് പഴയതുപോലെ തന്നെ 15 ഇഞ്ച് നീളം, 9 ഇഞ്ച് വീതി. നമ്മളിത് പരത്തുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ ബട്ടർ ലീക്കായി പോകുന്നു തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. തിരിച്ചിട്ട് പഴയ പോലെ തന്നെ ഫോൾഡ് ചെയ്യുക. ഇനി ഇത് വീണ്ടും തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇതിപ്പോൾ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതേപോലെ ഒരു 4 തവണ കൂടി ഫോൾഡ് ചെയ്യണം. മൊത്തം 6 തവണയാണ് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ 6 തവണ ഫോൾഡ് ചെയ്തെടുത്താൽ നമ്മുടെ പഫ് പേസ്ട്രി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് പരത്തി ഒരു 4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത്ര വലിപ്പത്തിൽ ഇത് മുറിച്ചെടുക്കാം. ഇഷ്ടമുള്ള ഫില്ലിംഗ് ഉള്ളിൽ വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. പഫ് പേസ്ട്രി തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ചെയ്യേണ്ട രീതിയൊക്കെ വളരെ സിമ്പിളാണ്.
നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇതേപോലെ ബട്ടർ പേപ്പർ ഇടയിലാക്കി വെച്ചിട്ട് ഒരു സിപ്പ് ലോക്ക് ബാഗിലാക്കി ഫ്രീസറിൽ വേണമെങ്കിൽ 1.5 മാസം വരെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കും. ഫ്രീസറിനാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ദഹിക്കാൻ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് തണുപ്പ് മാറാനായിട്ട് വെക്കണം. കൂടുതൽ നേരം പുറത്ത് വയ്ക്കരുത്. അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് മെൽറ്റായിട്ട് ബട്ടറൊക്കെ മെൽറ്റായിട്ട് നമുക്ക് പിന്നെ അത് പരത്തിയെടുക്കാൻ പറ്റാതെ പോകും. അങ്ങനെ ആയിപ്പോയാൽ വീണ്ടും ഒരു തവണ കൂടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം ബേക്ക് ചെയ്യാൻ എടുക്കുക. ബേക്ക് ചെയ്യുന്ന സമയത്ത് ഓവൻ ടെമ്പറേച്ചർ ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ഒരു 15 തൊട്ട് 18 മിനിറ്റിനുള്ളിൽ നല്ല ഗോൾഡൻ കളറായി കിട്ടും. നമ്മൾ കുക്കറിലാണെങ്കിലും ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം മതി. നല്ലൊരു ഗോൾഡൻ കളർ നമുക്ക് ഇത് ബേക്കായി കിട്ടും. ഇതേപോലെ നല്ല പാളികളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസ് തീർച്ചയായും അറിയിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അരികിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അടുത്ത തവണ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.